ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക്കാണ്. സ്പേസ് സിൽക്ക് എന്നാണ് പറയുക. നല്ല ഷൈനിങ് ആയിട്ടൊരു മെറ്റീരിയലാണ്. ഇതിൽ പ്ലെയിനും വരുന്നുണ്ട്, ഇങ്ങനെ വർക്ക് വരുന്ന ക്ലോത്തും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാച്ചായിട്ട് പ്ലെയിനും കിട്ടി, അതിന് മാച്ചായിട്ട് തന്നെ ഈ ഒരു വർക്ക് വരുന്ന ഫാബ്രിക്കും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പ്ലെയിൻ എടുത്തിട്ടുള്ളത് 3.5 മീറ്ററും ഈ ഒരു ഡിസൈൻ വരുന്നത് യോക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് എടുത്ത്. അതൊരു 1/2 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം ഞാൻ സ്ലീവ്ലെസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഞാൻ യോക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ വരുന്ന വർക്ക് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, ഇതിൽ ആണ് ഞാൻ എന്താ പറയുക എടുക്കാൻ പോകുന്നത്. ആദ്യം ക്ലോത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ 4 ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ യോക്ക് കട്ട് ചെയ്യുക. സാധാരണ നമ്മൾ യോക്ക് കട്ട് ചെയ്യില്ലേ, അതേപോലെ യോക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 14 അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. എന്താ പറയുക, അത് നിങ്ങൾ യോക്കുള്ള ഡ്രസ്സ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങൾ 14 മതിയാവും. ഒരുപാട് ലെങ്ത്തിൻ്റെ ഹൈറ്റുള്ള ആളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, 15 എടുത്താൽ മതി. 12, 13 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോവുക. ഇനി അത് കഴിഞ്ഞിട്ട് ബോഡി ഷേപ്പ് അത് നമ്മൾ എന്താ പറയുക നമ്മുടെ അളവിനനുസരിച്ചിട്ട് തന്നെ കൊടുക്കുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും പീസ് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്ന ഫാബ്രിക്കിൽ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/2 മീറ്റർ മതിയാവും എന്നുള്ളത്. ഒരുപാട് തടിയുള്ള ആളാണെങ്കിലും മാത്രം കുറച്ച് കൂടുതൽ എടുത്താൽ മതി. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതല്ല, ഒരുപാട് തടിയുള്ള ആളാണെങ്കിൽ ഇതേപോലെ 4ആയിട്ടൊന്നും മടക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് 3/4 മീറ്റർ അല്ല 1 മീറ്റർ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ ഞാൻ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് നെക്ക് കൊടുത്തിട്ട് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോട്ട് നെക്കാണ് എപ്പോഴും നല്ല കംഫർട്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു സ്ലീവ്ലെസ് ഒക്കെ വരുമ്പോഴത്തേനും ബോട്ടിനൊക്കെ കൂടി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇറിഞ്ഞ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇറക്കം വരുന്ന നെക്കാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഞാൻ ഈ ഒരു യോക്കിന് വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, യോക്കിന് വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഫാബ്രിക് ഇതേപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലേക്കും മുന്നിലേക്കുള്ള 2 പീസ് ഒന്നിച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ 2 പീസാണ്. 2 പീസിന് ഇങ്ങനെ മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ലെങ്ത്ത് വരണം എന്നുള്ളതാണ്. അതും ഫുൾ ലെങ്ത്ത് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ കൊടുത്തത് ഷോൾഡർ ടു ടോപ്പിൻ്റെ ലെങ്ത്ത് 48, 45 ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ എത്ര എടുക്കുക, ഈ ഒരു 14 കഴിഞ്ഞിട്ട് ബാക്കി മാത്രം എടുത്താൽ മതി. ഓക്കെ, അല്ലാതെ ഫുൾ ലെങ്ത്ത് എടുക്കേണ്ട കാര്യമില്ല. യോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ 30 ആയിരിക്കും, 32 ആയിരിക്കും. അപ്പോൾ അത് മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എലൈനായിട്ട് നമ്മൾ കട്ട് ചെയ്യൂലേ, സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് ആ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ തയ്യൽ തുമ്പും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മടക്കി തയ്ക്കുമ്പോൾ എന്താവും, കുറച്ച് ഇത് കുറയും, നമ്മുടെ അളവ് വ്യത്യാസം വരുന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു അരയുടെ അവിടെ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെരിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ഈ 2 ഭാഗം ഇറങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതിൽ ഞാൻ ഒരു പീസ് മാത്രം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നില്ല. അത് ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ് വേണ്ടത്. ഓക്കെ, യോക്ക് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് മടക്കിയും കൂടി തയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താവും, സ്പേസ് പോവും. നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് ലൂസായിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് കട്ട് ചെയ്യാൻ പോകുന്നത് പലാസോ പാൻറ്റാണ്. പാൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ആയിട്ട് മടക്കി പിന്നെ അതിനെ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ്. പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്തെടുത്ത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചെന്നാൽ ഇതിൻ്റെ കൂടെ ആ ഒരു ഫുൾ സെറ്റല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. 13 വിഡ്ത്തിൽ ഒരു സീറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ 16 എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 16 ലെങ്ത്ത് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്താൽ മതി, കയ്യിലിരിക്കുന്ന പാൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. പലാസോ പാൻറ്റൊക്കെ ആകുമ്പോൾ വലുതായിട്ടൊരു അളവ് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ആ ഒരു സംഭവത്തിലൊന്നല്ല ഞാൻ എടുക്കാറ്. കാരണം കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്രയാണ് ക്ലോത്ത് ഇരിക്കുന്നത് അതങ്ങനെ നോക്കിയിട്ട് ഒരു 15-16 വിടുത്തൊക്കെ വരുന്ന പോലെ ഞാൻ ഏറ്റവും താഴത്തൊക്കെ എടുക്കാറുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഭയങ്കര അങ്ങനെയൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പലാസോൻ്റെ
ഒരുപാട് വിടുത്തൊന്നും കിട്ടിയിട്ടില്ല, ഒരു മീഡിയം ആ ഒരു ടൈപ്പിലേ കിട്ടിയിട്ടുള്ളൂ വിടുത്തൊക്കെ. കാരണം നമ്മൾ 3.5-3 മീറ്റർ ആ ഒരു റേഞ്ചിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ സെയിം തന്നെ ലൈനിങ്ങും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് യോക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആദ്യത്തെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ നെക്കൊന്ന് ഫിനിഷ് ചെയ്യുക. നെക്ക് നിങ്ങൾക്ക് പീസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു പീസ് വെച്ചിട്ട് കുറച്ച് വൃത്തിയായിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ്. ബാക്കിലത്തത് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക ചെയ്തിട്ടില്ല, കണ്ടില്ലേ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്ത് ഷോൾഡർ തമ്മിലൊന്ന് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ രണ്ട് ഭാഗത്ത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് സ്ലീവ് വയ്ക്കാം, അതല്ല വേണ്ട എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ യോക്കിൻ്റെ ഇവിടെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്താണ് നമുക്ക് ഈ ഒരു പീസ് വരേണ്ടത്. ഫ്രണ്ടിലത്തേത് 2 പീസ് ഇരിക്കും, കണ്ടില്ലേ? ഇതേപോലെ ഫ്രണ്ടിൽ 2 പീസ് ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഒന്ന് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. ജസ്റ്റ് വളരെ നേരിയ മടക്കായിരിക്കണേ, അല്ലാണ്ട് ഒരുപാട് വിടുത്തിൽ മടക്കരുത്. ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി, ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഞാൻ ഇതേപോലെ വളരെ ചെറുതായിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്, ഉണ്ടല്ലേ? ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും രണ്ടായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു അടി മാത്രമല്ല, 2 ഇതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ല പതിഞ്ഞ് അവിടെ ഇരുന്നോളും. ഒക്കെ മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ഒരു പീസ് കണ്ടില്ല, ഈ ഒരു പീസിനെ നമുക്ക് യോക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ യോക്കുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഞാനിവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഇതേപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണ് റൈറ്റ്, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വരിക, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതേപോലെ അപ്പുറത്തെ സൈഡിലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നേരെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഈ ഓപ്പൺ അവിടെ ഇവിടെ നിന്നായി പോകില്ല, കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ താഴത്ത് വരുന്ന പോർഷൻ നമ്മൾ ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ഈ ഒരു യോക്കിൽ മാത്രമേ ലൈനിങ് ഇരിക്കുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിൽ പിന്നെ ഒറ്റ പീസ് തന്നെയാണല്ലോ, ഇത് ജസ്റ്റ് പോലെ ഇതേപോലെ വെച്ച് അതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഭാഗം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ സിമ്പിളാണ്. അതാ ഞാൻ പറഞ്ഞത് ഇത്തിരി വലിയ ആനക്കാരിയായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും ഇല്ല, പക്ഷേ ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും ഒരു ഭംഗിയായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ടോപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ സൈഡ് ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് എലൈനായിട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ. ഇപ്പോൾ ഇത് ഞാൻ എലൈനായിട്ടാണ് ചെയ്തത്, സൈഡ് ഓപ്പൺ ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ടോപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാൻറ്റാണ് ചെയ്യേണ്ടത്. പാൻറ്റ് ലൈനിങ്ങുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫാബ്രിക് മൊത്തത്തിലെ ഒന്ന് എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചെടുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് അല്ല, കുറച്ച് ഒഴുകി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കത്രയും ഭംഗിയായിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴുകി കിടക്കുന്ന ക്ലോത്തൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഷിഫോണും ജോർജറ്റും പോലെയല്ല. ഷിഫോണും ജോർജറ്റ് ചില ആൾക്കാർക്ക് അയ്യോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ഇത്രയും നീറ്റായിട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയമാണ്. പക്ഷേ ചെയ്ത് ശീലമാകുമ്പോഴത്തേനും എല്ലാ ഫാബ്രിക്കും നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് സെറ്റാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് ഫാബ്രിക്കൊക്കെ കുറച്ച് ഒഴുകി കിടക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏത് ഫാബ്രിക് ആയാലും നമ്മൾ വിചാരിച്ചെടുത്ത് ഇരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക എപ്പോഴും, ലൈനിങ്ങുമായിട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ 2 ഭാഗവും ഇതേപോലെയൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഞാൻ സംസാരത്തിലായിപ്പോയി. പക്ഷേ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, അതിലെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം പ്ലാസോ പാൻറ്റൊക്കെ നമ്മൾ മുന്നേ ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിച്ച് നീട്ടുന്നില്ല. എന്താ പറയുക, വേഗം പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു ക്രോച്ച് ഏരിയ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽറ്റ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക്, എന്താ പറയുക, എലാസ്റ്റിക് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് എലാസ്റ്റിക് വയ്ക്കാം. അതല്ല ചെറിയൊരു നാട പോലെ വയ്ക്കണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയും, ചരട് കെട്ടിയിട്ട് അങ്ങനെ വേണമെന്നുള്ള ആൾക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എലാസ്റ്റിക് തന്നെയാണ് എപ്പോഴും വയ്ക്കാറ്. അവിടെ സെൻറ്ററിൽ ഓപ്പൺ വെച്ച് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എലാസ്റ്റിക്കാണേ കൊടുക്കുന്നത്.
അപ്പോൾ ഇതേപോലെ ആദ്യം ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എന്താ പറയുക നമ്മുടെ പിന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാനെപ്പോഴും ചെയ്യാറ്. ചില ആൾക്കാർ എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് എലാസ്റ്റിക് വെച്ച് അങ്ങനെ അങ്ങ് ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പം എനിക്കിതാണ് ഈസി എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിനി വേണം അടുത്തൊരു വീഡിയോയിൽ അങ്ങനെയൊന്ന് കാണിക്കാം. ആദ്യമേ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് എലാസ്റ്റിക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് എലാസ്റ്റിക്കിന് മേലെ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുഴച്ചിരിക്കുന്ന പോലെ ഉണ്ടാവില്ല, നല്ല പതിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ ഒരു ഫാബ്രിക് തന്നെയാണ് ഇതിൽ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൽ നെക്ക് കുറച്ച് പാളിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒന്നാമത് സ്ലീവ്ലെസ് ആണ്, പിന്നെ ബോട്ട് നെക്ക് കുറച്ച് കയറിയിട്ടിരിക്കുന്നത് കൊണ്ട് എന്തോ ഒരു എനിക്കൊരു കംഫർട്ട് എന്നല്ല, എന്തോ ഒരു അത്രയൊരു ഇതാവാത്ത പോലെ തോന്നി. പക്ഷേ ഓക്കെയാണ്, എനിക്ക് ബോട്ടിനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് അതിന് മാച്ച് ആവാത്ത പോലെ ഒരു ഫീല്. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. സ്ക്വയറിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും തോന്നി. എനിക്ക് ഈ ഒരു ഫാബ്രിക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു ഫ്രോക്കൊക്കെ ഇതിൽ വെച്ച് ചെയ്യണം, വേറെ കളേഴ്സിലൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു നെറ്റ് ഷോളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഒരു കോമ്പിനേഷൻ കിട്ടിയത്. പ്ലെയിനായിട്ട് വരുന്ന നെറ്റ് ഉണ്ടല്ലോ, 20-30 രൂപ എങ്ങനെ ഉള്ളൊരു മീറ്ററിന് 2.5 മീറ്റർ വാങ്ങിയിട്ട് ഫുള്ളായിട്ട് ഒരു 20 രൂപേൻ്റെ ലേസും കൂടി അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഒരു ഫുൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായില്ലോ എന്നൊക്കെ ഉള്ളത് പറയാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.